അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റും GCC കൺട്രീസിൽ നല്ലൊരു ബൂമിംഗ് ആയിട്ട് വരുന്നൊരു ബിസിനസ്സാണ് അല്ലേ. കേരളത്തിലാണെങ്കിൽ പോലും ഒരുപാട് ബിൽഡേഴ്സ് ഉണ്ട്, ഡെവലപ്പേഴ്സ് ഉണ്ട്. അവർക്കൊക്കെ ദുബായിൽ വന്ന് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിലുള്ള സാധ്യതകളെ കുറിച്ചാണ് നമ്മളത്തെ എപ്പിസോഡ്. അത് ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന സാധ്യത തന്നെ പറയണം. റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർ ആവാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദിസ് ഇസ് ദ റൈറ്റ് ടൈം വന്നേക്കണം. കാരണം ഇവിടെയുള്ള വലിയ വലിയ ബ്രാൻഡുകൾ അവിടെ വന്നു തുടങ്ങി. അതെന്താ അത്രക്ക് സാധ്യത വരാൻ കാരണം അവിടുത്തെ നിയമങ്ങളുടെ മാറ്റങ്ങൾ വന്നു. നമ്മൾ സ്വന്തമായി നമുക്ക് സ്ഥലം എടുക്കാവുന്നതും ഡെവലപ്പർ ലൈസൻസ് ഉണ്ടാക്കാവുന്നതും അതേ രീതിയിലേക്ക് നമുക്ക് ഇവിടെ എങ്ങനെയാണോ ആളുകൾ ഡെവലപ്പേഴ്സ് വിറ്റിരുന്നത് അതേപോലെ നമ്മുടെ ഓണർഷിപ്പിൽ വിൽക്കാവുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ വന്നു. മാത്രമല്ല പ്രോഫിറ്റ് ആ ബിസിനസ്സിലുള്ളത് ഭയങ്കര 100-200% ഒക്കെ പ്രോഫിറ്റ് രീതിയിലുള്ള രീതിയിലേക്കുള്ള ബിസിനസ്സാണ്. അതിലേക്ക് വന്നു ഡെവലപ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. അതേ രീതിയിൽ തന്നെ ഇത് വാങ്ങുന്ന ബയേഴ്സ് ഉണ്ട്, ഫ്ലാറ്റ് ആയിട്ടോ വില്ലായിട്ടോ വാങ്ങുന്നത്. അവർക്കും ഇത് മറിച്ച് വിൽക്കുമ്പോഴുള്ള അപ്രീസിയേഷൻ ദുബായിൽ വലിയ രീതിയിലേക്ക് വളർന്നു.